നമുക്ക് PSCയിൽ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റേത്? ചിനൂക്ക്. മൺസൂണിൻ്റെ രൂപം കൊള്ളലിന് കാരണമായ ഘടകമേത്? സൂര്യൻ്റെ അയനം. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് എന്ന്? 1994 ഏപ്രിൽ 23. 1994 ഏപ്രിൽ 23 കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല? തൃശ്ശൂർ. തൃശ്ശൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല. അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ 1964 രൂപം കൊണ്ട സ്ഥാപനമേത്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപം കൊണ്ടത് 1964 ആണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതാര്? ലോകസഭാ സ്പീക്കർ. ലോകസഭാ സ്പീക്കറാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ് രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ്? മഹിളാ ബാങ്ക്. മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ് വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം. സുവർണ നാര് എന്നറിയപ്പെടുന്ന ഉൽപ്പന്നം ഏത്? ചണമാണ്. ചണമാണ് സുവർണ നാര് എന്നറിയപ്പെടുന്ന ഉൽപ്പന്നം. തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? എള്ള്. എള്ളിൻ്റെ വേറൊരു ഇനമാണ് തിലോത്തമ. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം? ജംഷഡ്പൂർ. ജംഷഡ്പൂരാണ് സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ബൊക്കാറോ. ബൊക്കാറോയാണ് 1964 റഷ്യയുടെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. ആൽഗകളെക്കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. ഫൈക്കോളജിയാണ് ആൽഗകളെക്കുറിച്ചുള്ള പഠനം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജിൻ. ഫൈബ്രിനോജിനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത്? ബിയും സിയും ഉണ്ട്. ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ആനക്കയം. ആനക്കയമാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? ത്വക്കാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന. ത്വക്കല്ല, കരളാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം.